ഇന്ന് കരിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം കാണിക്കാം. നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യം തന്നെ 2 കരിക്ക് എടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒരു ബൗളിലേക്ക് ആദ്യം മാറ്റണം. 2 കരിക്കിൻ്റെ വെള്ളവും ഇവിടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഇതേപോലെ ഒരു തരികളൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ലെന്ന് അരിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു പാനിലേക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുക. എന്നിട്ട് ഇത് ചെറിയ പീസസായിട്ട് ഈ തേങ്ങയുടെ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ വെച്ചാലും അതൊന്ന് സോക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതിനാവശ്യത്തിന് മധുരം ഉണ്ടാവും. എന്നിട്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചൈന ഗ്രാസ് ഈ തേങ്ങയുടെ വെള്ളത്തിലേക്ക് നല്ലപോലെ മെൽറ്റായിട്ട് വരും. അതിനുശേഷം ഇത് കുറച്ച് ചെറിയ പാത്രങ്ങളിൽ ഇതേപോലെ ഒഴിച്ചു വെക്കണം. ഒത്തിരി കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒരു 2-3 പാത്രത്തിലായിട്ട് ചെറിയ ചെറിയ കട്ടിയിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി കട്ടിയിലാവുമ്പോൾ മുറിക്കുമ്പോൾ നമുക്കത് കടിച്ച് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി 2-3 പാത്രത്തിലായിട്ട്. അതിനുശേഷം അതവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. പിന്നീട് നമുക്ക് കരിക്കിൻ്റെ പൾപ്പ് ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് ചുരണ്ടിയെടുക്കണം. എന്നിട്ട് അതങ്ങനെ 2 കരിക്കിൻ്റെയും എടുക്കുക. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് ഈ പൾപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലും കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്ത് നല്ല പോലെ അടിച്ചെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുള്ള തേങ്ങ വെള്ളത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, ചൈന ഗ്രാസായിട്ട് ചേർത്തത്, അതൊന്ന് ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള കരിക്കിൻ്റെ പൾപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കസുകസും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടണതാണ് കടിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കസുകസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അടിച്ചെടുത്ത കരിക്കിൻ്റെ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിക്കണം, എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. നമുക്കിത് കുടിക്കാനും കഴിക്കാനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.